അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 10ാമത്തെ പാഠം അദ്ദറസുൽ ആഷിർ അൽ ഖുബ്ബത്തുൽ ഖളറാ. ഹജ്ജിനു ശേഷം ഞങ്ങൾ പരിശുദ്ധ മദീനയിലേക്ക് പുറപ്പെട്ടു. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹാജിമാർ ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലി. മദീന ബറക്കത്തുള്ളതാണ്. മദീനയിൽ ബറക്കത്തുണ്ടാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ചെടികളും മരങ്ങളും ബറക്കത്തുള്ളതാണ്. അവ പറിക്കാൻ പാടില്ല. മറ്റു മസ്ജിദുകളിലെ നിസ്കാരത്തേക്കാൾ 1000 മടങ്ങ് ശ്രേഷ്ഠമാണ് മസ്ജിദുൻ നബവിയിലെ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം വളരെ പുണ്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, എൻ്റെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ പൂവനങ്ങളിൽ പെട്ടതാണ്. സ്വർഗീയ പൂന്തോപ്പിൽ വെച്ച് നിസ്കരിക്കുന്നത് ആരെയെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അവിടെ വെച്ച് നിസ്കരിക്കുക. പരിശുദ്ധ മദീനയിലെ ശ്രേഷ്ഠമായ സുന്നത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സാറ ഖബരി വജബത്ത് ലഹു ഷഫാഅത്തി. എൻ്റെ ഖബർ സിയാറത്ത് ചെയ്താൽ എൻ്റെ ഷഫാഅത്ത് അവന് ഉറപ്പായി. എൻ്റെ വഫാത്തിനു ശേഷം എന്നെ സിയാറത്ത് ചെയ്തവൻ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചവനെ പോലെയാണെന്ന ഹദീസ് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഔലിയാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഖബർ സിയാറത്ത് ചെയ്യൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഹുദ് ശുഹദാക്കളെ സിയാറത്ത് ചെയ്യുകയും അവർക്ക് വേണ്ടി ദുആ ഇരക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മാതാപിതാക്കളുടെയും കുടുംബക്കാരുടെയും ഖബർ സിയാറത്ത് ചെയ്യൽ പുരുഷന്മാർക്ക് സുന്നത്താണ്. മാതാപിതാക്കളുടെ ഖബർ എല്ലാ വെള്ളിയാഴ്ചയും സിയാറത്ത് ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കുകയും നല്ലവനായി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഹദീസിലുണ്ട്. അതാ പച്ച ഖുബ്ബ ആരോ വിളിച്ചു പറഞ്ഞു, വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖളറാഇ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുറത്തിൽ ഐനൈനി. ആരംഭ പൂവായ മുത്ത് നബിയുടെ ഹളറത്തിൽ ചെന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ബൈത്തുകൾ അറിയാതെ നാവിൽ വന്നു. എല്ലാവരും അതേറ്റുപാടി. കുളിച്ചു സുഗന്ധം പൂശി നല്ല വസ്ത്രം ധരിച്ച് ഞങ്ങൾ അൽ മസ്ജിദുൻ നബവിയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തെത്തി സലാം ചൊല്ലി. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും സലാം ചൊല്ലി. ഖുർആൻ ഓതി ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ച മെഹ്റാബും അൽ മസ്ജിദുൻ നബവിയിലെ മിമ്പറും അഹ്ലുസുഫ റളിയല്ലാഹു അൻഹും ഇരുന്ന സ്ഥലവും അടുത്തുനിന്ന് കണ്ടു. റൗളയിൽ വെച്ച് നിസ്കരിച്ചു. മനമുരുകി പ്രാർത്ഥിച്ചു. മദീനക്കാർ വലിയ സൽക്കാരപ്രിയരാണ്. അൻസാറുകളുടെ സ്നേഹത്തെയും സാഹോദര്യത്തെയും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അവരുടെ പെരുമാറ്റം. ഞങ്ങൾ 8 ദിവസം പരിശുദ്ധ മദീനയിൽ താമസിച്ചു. ധാരാളം സിയാറത്ത് ചെയ്തു. റൗളയിൽ വെച്ച് നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്തു. ജന്നത്തുൽ ബഖീഅ സന്ദർശിച്ചു. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ എന്ന് സലാം ചൊല്ലി. ആയിരക്കണക്കിന് സ്വഹാബികൾ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്നിവരും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്നയിൽ നിന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയും മൈമൂന ബീവിയും ഒഴിച്ച് മറ്റെല്ലാവരും അവിടെയാണുള്ളത്. ഞങ്ങൾ മസ്ജിദുൽ ഖുബായിൽ പോയി നിസ്കരിച്ചു. അവിടെ വെച്ചുള്ള 2 റക്അത്ത് നിസ്കാരം ഒരു ഉംറക്ക് തുല്യമാണെന്ന് ഹദീസിലുണ്ട്. പിന്നീട് മസ്ജിദുൽ ഖിബ്ലത്തൈനിയിൽ പോയി. ഖിബ്ല മാറ്റം വന്ന സന്ദർഭത്തിൽ ഒരേ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 2 ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച മസ്ജിദാണിത്. ദുആക്ക് ഇജാബത്ത് ലഭിച്ച മസ്ജിദുൽ ഇജാബയും ആദ്യ ജുമുഅ നടന്ന മസ്ജിദുൽ ജുമുഅയും സന്ദർശിച്ചു.
ഉഹദിലും ഖന്തഖിലും പോയി. ഉഹദിൽ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെയും മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ശുഹദാക്കളെയും സിയാറത്ത് ചെയ്തപ്പോൾ അറിയാതെ കരഞ്ഞുപോയി. മടക്കയാത്രയിൽ ബദർ യുദ്ധം നടന്ന താഴ്വരയിൽ പോയി. ബദരീങ്ങളുടെ ഖബറുകളുള്ള കെട്ടിന് സമീപം ചെന്ന് സലാം ചൊല്ലി യാസീൻ ഓതി ദുആ ചെയ്തു. ബദർ യുദ്ധ വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ടെൻ്റ് കെട്ടി പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട മസ്ജിദുൽ അരീഷിൽ കയറി നിസ്കരിച്ചു. അമലുകളെല്ലാം നീ സ്വീകരിക്കണമേ, മബ്റൂറായ ഹജ്ജിൻ്റെ പ്രതിഫലം നൽകണമേ, ആമീൻ. ദുആ ചെയ്തപ്പോൾ കലങ്ങിയ കണ്ണുകളോടെ ഹാജിമാർ ആമീൻ പറഞ്ഞു. ഇബ്രാഹിം ഹാജിയുടെ ഡയറി 3. മല്ലം യസുർനി ഫഖദ് ജഫാനി. എന്നെ സിയാറത്ത് ചെയ്യാത്തവർ എന്നോട് പിണങ്ങിയിരിക്കുന്നു. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. ദർസുൽ ആഷിർ അൽ ഖുബ്ബത്തുൽ ഖളറാ. നഖറഉ വ നക്തുബു. വായിക്കുക, എഴുതുക. വായിച്ചതുപോലെ തന്നെ എന്ത് ചെയ്യുക, എഴുതുക. മൻ സാറ ഖബരി വജബത്ത് ലഹു ഷഫാഅത്തി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖളറാഇ ഖുബ്ബത്ത് സയ്യിദുൽ കൗനൈനി അഫ്ളല ഖുറത്തുൽ ഐനൈനി. അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അതുപോലെ തന്നെ എഴുതി കൊടുക്കുക. ഇനി നക്തുബു, എഴുതുക. മദീനയിൽ ഹാജിമാർ സന്ദർശിക്കുന്ന മസ്ജിദുകളും വിശുദ്ധ സ്ഥലങ്ങളും രേഖപ്പെടുത്തുക. റൗള, ജന്നത്തുൽ ബഖീഅ, മസ്ജിദുൽ ഖുബാ, മസ്ജിദുൽ ഖിബ്ലത്തൈനി, മസ്ജിദുൽ ഇജാബ, മസ്ജിദുൽ ജുമുഅ, ഉഹദ്, ഖന്തഖ്, ബദർ, മസ്ജിദുൽ അരീഷ്. ഇനി നുജീബ്, ഉത്തരം എഴുതുക. ഖുബാ മസ്ജിദിലെ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്ത്? ഉത്തരം 2 റക്അത്ത് നിസ്കാരം 1 ഉംറക്ക് തുല്യമാണ്. 2. അൽ മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിൻ്റെ മഹത്വം എഴുതുക. മറ്റു മസ്ജിദുകളിലെ നിസ്കാരത്തേക്കാൾ 1000 മടങ്ങ് ശ്രേഷ്ഠമാണ്. 3. ജന്നത്തുൽ ബഖീഇൻ്റെ പ്രത്യേകത എന്ത്? ഉത്തരം ആയിരക്കണക്കിന് സ്വഹാബികൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്നിവരും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്നയിൽ നിന്ന് ഖദീജ ബീവിയും മൈമൂന ബീവിയും ഒഴിച്ച് മറ്റെല്ലാവരും ഇവിടെയാണുള്ളത്. ഇനി 4ാമത്തെ ചോദ്യം, അൽ മസ്ജിദുൻ നബവിയിലെ സ്വർഗ്ഗത്തോപ്പ് എവിടെയാണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിൽ. ഇനി 5ാമത്തെ ചോദ്യം, ഹംസ റളിയല്ലാഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഉഹദിൽ. 6. ഖബർ സിയാറത്ത് പ്രധാനപ്പെട്ട സുന്നത്താണ് ആരുടെ? ഔലിയാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും. 7. വെള്ളിയാഴ്ചകളിൽ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിൻ്റെ മഹത്വം എന്ത്? ദോഷങ്ങൾ പൊറുക്കുകയും നല്ലവനായി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഹദീസിലുണ്ട്. ഇനി തഖ്സീസ്, പരിശുദ്ധ മദീന സിയാറത്ത് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരം കുളിച്ച് സുഗന്ധം പൂശി നല്ല വസ്ത്രം ധരിച്ചു ഞങ്ങൾ മസ്ജിദുൻ നബവിയിലേക്ക് പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തെത്തി സലാം ചൊല്ലി. ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും സലാം ചൊല്ലി. ഖുർആൻ ഓതി ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച മെഹ്റാബും അൽ മസ്ജിദുൻ നബവിയിലെ മിമ്പറും അഹ്ലു സുഫ റളിയല്ലാഹു അൻഹും ഇരുന്ന സ്ഥലവും അടുത്തു നിന്ന് കണ്ടു. റൗളയിൽ വെച്ച് നിസ്കരിച്ചു. മനം ഉരുകി പ്രാർത്ഥിച്ചു. മദീനക്കാർ വലിയ സൽക്കാരപ്രിയരാണ്. അൻസാറുകളുടെ സ്നേഹത്തെയും സാഹോദര്യത്തെയും ഓർമ്മിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ പെരുമാറ്റം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.